പ്രോട്ടീൻ വിപ്ലവം. അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. നമ്മളൊക്കെ പൊതുവെ മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറയാറ് ഇന്ത്യക്കാർ മാംസം കുറവുള്ള ആൾക്കാരാണെന്നാണ്. അതിന് പ്രധാന കാരണം പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആവശ്യത്തിന് നമ്മൾ പ്രോട്ടീൻ കൊടുക്കാറില്ല. അതാണ് നമ്മളെ ഭക്ഷ്യ സംസ്കാരം അങ്ങനെയാണ്. കഞ്ഞി, ചോറ്, ഇഡ്ഡലി, ദോശ, ഇതിൽ ആകെ നമ്മൾ ഉഴുന്ന് മാത്രമേ പ്രോട്ടീൻ്റെ ഒരു അംശമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് ജനറലായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു മേഖലയാണ് നമ്മളെ ഈ പോൾട്രി മേഖല. അതിൽ തന്നെ ബ്രോയിലറും പിന്നെ എഗ്ഗും. ബ്രോയിലറിന്റെ കാര്യം നിങ്ങൾക്കറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രോയിലർ ഇറച്ചി കഴിക്കുന്ന ഒരു രാഷ്ട്രം ഏതാണെന്ന് വെച്ചാൽ ഇസ്രായേലാണ്. ഏകദേശം ഒരു 60-65 കിലോ പെർ പേഴ്സൺ പെർ ഇയർ കഴിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 തൊട്ട് 6 കിലോ പെർ ഇയർ ആണ് ടോട്ടൽ ഇന്ത്യ. പക്ഷേ കേരളം ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ലോകത്തിൽ 2ാമത്തെ രാഷ്ട്രമായിരിക്കും കേരളം. ഏകദേശം 54 കിലോ ഒരു മനുഷ്യൻ ഒരു വർഷം. നിങ്ങൾക്കറിയാം, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോകുമ്പോഴുള്ള ചെറിയ ഹോട്ടൽ മുതൽ വൻകിട ഹോട്ടൽ വരെ അവർ മെയിൻ വരുമാന മാർഗം ഈ കോഴിയിറച്ചിയിൽ നിന്നും മുട്ടയിൽ നിന്നുമാണ്. ഇത് മുട്ടയുടെ കൺസെപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് സെൻസസ് പ്രകാരം നമ്മൾ 103 മുട്ട ഒരു വർഷം ഒരു ഇന്ത്യക്കാരൻ കഴിക്കുന്നുണ്ട് എന്നാണ് നമ്മളൊരു ഏറ്റവും അവസാനത്തെ സെൻസസ് പ്രകാരം പറയുന്നത്. അത് നിങ്ങളൊന്നത് കമ്പയർ ചെയ്യണം. ചൈനക്കാരും ജപ്പാൻകാരും ഒരു ദിവസം കഴിക്കുന്നത്, ഒരു വർഷം കഴിക്കുന്നത് 363 മുട്ടയാണ്. അപ്പോൾ നമ്മൾ എത്ര വ്യത്യാസം ഉണ്ട് നോക്കണം. കുറേ നമ്മളെ മുട്ടയെക്കുറിച്ചുള്ള മോശമായ ധാരണയാണ്. ഇപ്പം ഞാൻ ഒരു അത്യാവശ്യം ഹെൽത്ത് നോക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, എനിക്കിപ്പോൾ 63 വയസ്സായി. ഞാൻ എല്ലാ ദിവസവും 2 മുട്ട കഴിക്കാറുണ്ട് രാവിലെ. ദൈവം സഹായിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റുള്ള ഭക്ഷണം ഞാൻ കുറയ്ക്കും. ചോറ് കുറയ്ക്കും, ഇഡ്ഡലിയും ദോശ കുറയ്ക്കും. അപ്പം നമ്മൾ പ്രോട്ടീൻ നമുക്കറിയാം 1 കിലോന് 1 ഗ്രാം പ്രോട്ടീൻ വേണം. ഈവൻ നമ്മൾ മെയിൻ്റനൻസിന് പോലും അത് ഏറ്റവും നന്നായി ലഭിക്കുന്നൊരു സാധനമാണ് മുട്ട.